ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി ഞാൻ വിളിക്കാൻ പോകുന്നു. നമ്മുടെ പയ്യനെ വിളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആൽഫിയുണ്ട്, അമ്പാടിയുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മള് ലുലുവിന്റെ ഫ്രണ്ടിൽ നമ്മള് ചായ പിടിക്കാൻ നിർത്തിയാണ്. ഓക്കെ, അപ്പൊ ഇനിയൊന്നുമില്ലല്ലോ, ഇനി എയർപോർട്ട്. പക്ഷെ ഇപ്പൊ സമയം എത്ര മണിയായി? 2:15. അവൻ വരുന്നത് 4 മണിക്കാ. നമ്മളപ്പം അവിടെ ചെന്നിട്ട് ശംഖുമുഖത്തല്ലേ ഇരിക്കല്ലേ, ശംഖുമുഖത്ത് ഇരുന്നിട്ട് അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കയറാം. അവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് പോസ്റ്റ് ആയിരിക്കും. ഓക്കെ ബൈ. ആ സത്യം, ലുലുമാളുടെ ഫ്രണ്ടിൽ ചായ പിടിക്കാൻ നിർത്തി. രാത്രി ലുലുണ്ടോ? എത്ര മണിയാടാ? 2 മണിയാണ്. 2 മണിക്ക് ലുലു അടങ്ങിയിരിക്കും. ക്രൗഡൊന്നും ഇല്ലല്ലേ? ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയാണ്. ചുമ്മാ വണ്ടി ഒന്ന് തണുപ്പിക്കാനും നമുക്കൊന്ന് നടക്കാനും. ഓക്കെ, വണ്ടിയൊക്കെ നല്ല ചൂടായി. അങ്ങനെ ശംഖുമുഖത്തെത്തിയത്. ശംഖുമുഖം ബീച്ച് കാണാൻ വയ്യ, പക്ഷെ എല്ലാ രാത്രി ഞങ്ങളപ്പോൾ ശംഖുമുഖം ബീച്ചിൻ്റെ ചുമ്മാ ഇവിടെ കൂടെ നടക്കുക. വേറെ പണിയൊന്നുമില്ല. എന്താ അമ്പടി വെട്ടമൊക്കെ അടിക്കുന്നത്. ഓ ഇനി ഇവിടെ ഒരു 1.5 മണിക്കൂർ സർവൈവ് ചെയ്യണം. ഇപ്പം നേരത്തെ ഇറങ്ങേണ്ട ഒരാവശ്യമില്ലായിരുന്നു കേട്ടോ. ഒരു 2 മണിയായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. വീട്ടിലൊക്കെ കിടന്ന് ഉറങ്ങി ഒരു 2 മണിയായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ സുഖത്തെ നമ്മൾ ഓടി എത്തിയേനെ. വെള്ളമുണ്ട്. 2:30 ഇറങ്ങിയാലും ഓടി എത്തിയേനെ. എടാ ഇനി അവൻ ലേറ്റ് ആവൂടാ. ഇനി ഫ്ലൈറ്റ് ലേറ്റ് ആവും. അപ്പൊ പിന്നെ അതിൽ ലാഗാവും. കാറ് പോയ ഫീലുണ്ടല്ലോ. ഓ, ഒന്നും കാണാൻ വയ്യ. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കാറ്റടിക്കുന്നുണ്ടെന്ന് കേൾക്കാൻ വയ്യ. നമ്മുടെ ഈ ടീഷർട്ട് ഫേമസ് ആട്ടോ. ആ തുറന്നിട്ടാണ്, തുറക്കാൻ പറ്റത്തില്ല. അത് അല്ലടാ, അടച്ചിട്ടേക്കുമായിരിക്കും. ആ നോക്കാൻ തന്നെ. ഇത് കറങ്ങത്തില്ലെന്ന് തോന്നല്ലേ ഈ മണ്ടക്കത്ത്? ഇത് കറങ്ങും, അത് കറങ്ങും. ഇതെന്തൂടാ, ടയറൊക്കെ ലോക്കാ. കിളിക്കുഞ്ഞു വണ്ടി. ടയറുണ്ട്. ശരി, ടയറുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എന്തായിരിക്കും വെച്ചേക്കുന്നത്? ശരി ശരി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വണ്ടി ഫോർ സെയിൽ. നമ്മളെല്ലാം പോലീസ് പിടിക്കുന്നു. കാണാൻ വയ്യ, അല്ലെ ഞാനത് എടുക്കായിരുന്നു. ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. കണ്ടോ ഓടി രാവിലെ അന്ന് പിന്നെയും കുഴപ്പമില്ല. ഇവിടെ ടയറുണ്ടോ? ഇത് ഈ ടയറല്ല അടിയിലോട്ട് കയറി പോന്ന്. അനങ്ങത്തില്ലേ? ആ ഇതിനകത്താണോ? പോയിന്നോ? ഇവിടെ എന്തോ പാമ്പൊക്കെ വെച്ചോളൂ. അയ്യോ കടിക്കുന്നത്. ഇതാ പൂച്ച. പൂച്ച എന്താണ്ട് നോക്ക് നോക്ക് നോക്ക്. ഇത് ചാടിത്തുള്ളി നല്ലടാ. അത് എന്തോ ഇതാ, എന്തോ സാധനം അത്. അയ്യോ ദേ നടക്കുന്നു അണ്ണൻ. ഇതനങ്ങത്തില്ല. അത് മറ്റേതനങ്ങും. മറ്റേതാണ് സുഖമായിട്ട് അനങ്ങുന്നു. ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. കെട്ടി വെച്ചേക്കോടാ. അതുകൊണ്ട് കെട്ടി വെച്ചേക്കോ. അത് കണ്ടോ, ഇത് ആടുന്നുണ്ട്. പക്ഷെ വേറെ കാര്യമൊന്നുമില്ല. ഇത് തുറന്നിട്ടാണ് ചാടുന്നത്. കേരളത്തിൽ ആരും കൊണ്ടുവരാത്ത സാധനം. പക്ഷെ ഇങ്ങനൊന്നും ഇത് ഇല്ലീഗലായിരിക്കണോ അല്ലെ കയറി എടുക്കുന്നതൊക്കെ, വീഡിയോ എടുക്കുന്നത്? എനിക്കറിയത്തില്ല. ഇല്ല, അങ്ങനെ പബ്ലിക്കായിട്ട് വെച്ചേക്കുന്നില്ലേ. ഇപ്പൊ കേറാൻ സ്ഥലം സ്റ്റെപ്പൊക്കെ ഉണ്ട്. നല്ലായിരുന്നു. മത്സ്യകന്യക ഉണ്ട്. മത്സ്യകന്യക അല്ലല്ലോ എന്റെ പേരെന്തുവാ? എന്തിനി? അത് വിഷയ. പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ലടാ. ശംഖുമുഖം കറങ്ങുന്നു. ഇപ്പൊ ഒരു ഫ്ലൈറ്റ് പോയാൽ സെറ്റ്. ഇങ്ങനെ പോണം.
മാക്സിമം നമ്മളിവിടെ സർവൈവ് ചെയ്തു. പയ്യനെന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ റീല് കാണുന്നു. ജാതി പോസ്റ്റ് ഇനി ഇപ്പൊ എത്ര ഇനി 10-15 മിനിറ്റ് കൂടെ ഉള്ള അവന്മാരെ. അപ്പൊ നമ്മളിപ്പോ ശംഖുമുഖം ബീച്ചില് കാണാൻ പോയി ബീച്ചൊന്നും കേട്ടോ. ഇല്ല അപ്പം ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണിക്കും. ഇനി വേറെ ഒന്നും കാണിക്കയില്ല. 10-15 മിനിറ്റ് കൂടെ ഇവിടെ കൂടെ കാണാൻ പറ്റും തോന്നില്ല വരുന്ന ഡിലേ പോസ്റ്റ് ആവും. പക്ഷെ അവനവിടെ ചെന്നിട്ട് പിന്നെ ചെക്കിങ് ചെയ്തിട്ടൊക്കെ അങ്ങനെ 10-15 മിനിറ്റ് വേണമല്ലോ. അവരിവിടെ എന്തായാലും എത്തിയിട്ടില്ല. ഇവിടെ വേറെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വകുപ്പ് വല്ലതും ഉണ്ടോ? അല്ല വിളിച്ച കിട്ടത്തില്ലേ? 4 മണിയാകുമ്പോൾ പോവാം. ഇപ്പം 3:45 ഓക്കെ. നമ്മൾ PUBG കളിച്ച് മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കി. സർവൈവ് ചെയ്ത് അങ്ങനെ സമയം പോയി. പിന്നെ ഈ ശംഖുമുഖം ബീച്ചിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ സമയം പോയി. ഇനി കുറച്ച് നേരം ചുമ്മാ ഇരുന്നിട്ട് സമയം വരാം. ഇവിടെ എല്ലാരും ട്രെയിൻ ട്രാക്ക് ട്രെയിൻ എന്തായിരുന്നു പ്ലെയിൻ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പയ്യനിപ്പോ ഇവിടെ എത്തിയടാ. കാണാൻ വയ്യാന്ന് നാഗർകോവില് തിരിച്ചോണ്ടിരിക്കുക. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതാണ്ടേ ഇവിടെ ഉണ്ട്. അവൻ ഇവിടെ ഓൾമോസ്റ്റ് എത്തി. അവിടെ ഇവിടെ ഇട്ടാ വളച്ചാണ്ടാ. ഇത് ഇനി കുറച്ചുകൂടെ സൂം ചെയ്ത് എനിക്ക് ഒന്ന് ഏഴ് വഴിയിൽ നിന്ന് കാണിക്കും. ഇതേ അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ പയ്യൻ വരുന്നത്. ട്രെയിനാണ് എപ്പോഴും വരുന്നത്. ഓക്കെ ഇപ്പോൾ എത്തും. ഇവിടെ നിന്ന് ഇത്രയും ദൂരമേ ഉള്ളു. ഇല്ല അതൊക്കെ അൺലോക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ഫീച്ചർ. ഇല്ലടാ അൺലോക്ക് മോർ ഫീച്ചർ ഇവിടെ ഉണ്ടോ? ഇവിടനകത്ത് ഫ്ലൈറ്റ് പേജ്, എയർക്രാഫ്റ്റ് പേജ് എല്ലാം ഇതൊക്കെ പേജ്. ലൊക്കേഷൻ മാപ്പ് പറക്കുന്നു. ഇപ്പോൾ എത്തും. അബുദാബി ടു ട്രിവാൻഡ്രം. ഇതുവഴിയാ പോകുന്നത്. പക്ഷെ വരുന്ന റഷ്യയാണ്. പക്ഷെ അബുദാബി കണക്ട് ചെയ്ത് എത്ര ദിവസമായിട്ട് അവൻ ഇറങ്ങിയിട്ട്? 3 ദിവസം കണ്ടായില്ലേ? 3 ദിവസമായി റഷ്യയിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇതുവരെ പയ്യൻ നാട്ടിൽ എത്തിയില്ല. വെൽക്കം ടു കേരള വിനായക്. ലാൻഡ് ആയിരുന്നു. ഇവിടെ കൂടെ വന്ന് ഇവിടെ കൂടെ അല്ലേ പറഞ്ഞെ നമുക്കിപ്പോ നമ്മള് എയർപോർട്ടിലോട്ട് പോവാ. ബൈ. കയറി ഇവിടെ കൂടെ അല്ലേ? അപ്പുറത്തൂടെ ആയിരുന്നോ? അപ്പുറത്തൂടെ ആയിരുന്നോ തോന്നുന്നു. കുഴപ്പമില്ല. വിട്ട് കറക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതല്ല നമ്മുടെ റോഡ്. ഇന്റർനാഷണൽ എയർപോർട്ട്. എയർപോർട്ട് പയ്യനെന്തേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യണം പയ്യന്. A1 ഉള്ളെന്ന് തോന്നുന്നു. A1 ഓപ്പൺ ആയിട്ടുള്ളു. ഓക്കെ എയർപോർട്ടാക്കാം. എയർപോർട്ടിൻ്റെ ആക്കാം. ഇവിടെ ഇങ്ങോട്ടേക്കാ സർപ്രൈസ് ആവാം. എന്തോ സീൻ ആരാടാ വരും. ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുവാണ്. വെയിറ്റിംഗ് ആണ്. ഓക്കെ എന്താ സ്പീഡൊക്കെ എന്താ? പയ്യൻ വന്ന് അവിടെ പെട്ടെന്നൊരു സ്പീഡ് ഉണങ്ങി തൂക്കി. ഒരുത്തിനോടെ ബാഗ് തൂക്കി. ഒരുത്തിനോടെ വേറെ ബാഗ് തൂക്കി. എല്ലാവരും ഓരോ സാധനം എടുത്ത്. ബ്രോ എന്തേലും പറയണ്ട. പുറത്തിറങ്ങിയിട്ട് കാണാം. ഓനെക്കാളും ലുക്കായി. പുറത്തിറങ്ങുക. എത്ര ദിവസം കുളിച്ചിട്ട്? വിഷം പോയിട്ട് ചായ പിടിക്കാൻ കുപ്പി. ഇതേ പയ്യൻ ഫസ്റ്റ് നമുക്ക് ഈ സാധനം തന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? 2 വാക്ക്. ഓക്കെ
ഗായ്സ് അപ്പം നമ്മള് തിരിച്ച് അടുത്തെങ്ങോട്ടാ വിനായ പോന്നെ? ഫുഡ് കഴിക്കാനായിട്ട് അവന്റെ ഒരു മാമിയുടെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ നല്ല ഇറങ്ങി ഇവരുടെ ചേട്ടനുണ്ടായിരുന്ന ആ ചേട്ടനെയൊക്കെ കൊണ്ടുവിട്ട് തിരിച്ച്. സോ ഇപ്പൊ സമയം എത്രയായി? സമയം 7:56. 8 മണിയായി. 8 മണിയായി. ഇനി 8 മണി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 9 മണിയാവൂടാ വിനായ? 20 മിനിറ്റ്സ്. ഓക്കെ, അത് കഴിയുമ്പോ നമ്മള് വിനായ ഞങ്ങൾ പറഞ്ഞേ ലുലു പോകുന്നൊരു മൈൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും മൈൻഡ് ഉണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോ ലുലു കയറാം. ഓക്കെ, അടുത്ത ഈ സ്പോട്ടൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുമ്പോ കാണാം. ഇവിടെ മാമയുടെ വീട്ടിൽ കാണാം. മാമയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. കപ്പ, മീൻകറി എല്ലാം തന്നു. അമ്മേനോട് കഴിക്കും. നേരിപ്പെട്ടിക്കൂട്ടുള്ള ഓക്കെ, സൂപ്പർ ഫുഡ്. വിനായൻ്റെ മാമയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഫുഡ് അടിപൊളി വരുന്നേ. വണ്ടി തിരിക്കുക. റഷ്യൻ പോയി ഫ്രണ്ടിലുണ്ട്. ഇതേ കണ്ണാടി കിട്ടും. വാറ്റിട്ട് പറമ്പോയി. നമ്മൾ ലുലു മാളിലെ കയറുകയാണ്. ലുലുവിൻ്റെ പാർക്കിങ് വന്ന് പക്ഷേ വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതേ അകത്തോട്ട് കയറുക. ആൽഫി ബ്രോ ആയി. എല്ലാവരും ഉണ്ട്. എല്ലാവരും അല്ലെങ്കിലും ഉണ്ടല്ലോ. ലുലു മാൾ, TVM ലുലു മാളിൽ ആദ്യമായിട്ടാണ് ഇവിടെ സെക്യൂരിറ്റി സീൻ കേട്ടോ. സെക്കൻഡ് ഫ്ലോർ. പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ ഇവിടെ. ഇത് വാച്ചിൻ്റെ കട. അമ്പടും അല്ലല്ലോ, അമ്പാടി. എന്താണ്? ഓ എൻ്റെ അമ്മോ, വേണ്ട നീ പറഞ്ഞാൽ മതി. ആ ഫ്രെയിം അങ്ങ് പോയി. പാനിക് ചെയ്യാനൊന്ന്. ഞാനത് അമ്പടുന്ന് വിളിച്ചു. അമ്പട് വേണ്ട, അമ്പാടി ഒന്ന് നോക്കിയത്. ഓർമ്മ കണ്ണാടിയൊക്കെ എടുത്ത് നടന്നൊക്കെ പോന്ന്. ഇവിടെ ക്യാമറ ചെയ്ത സീനാണേ. പണ്ടൂരൊക്കെ വേണ്ടക്കല്ലേ. ഞാൻ അങ്ങോട്ട് സ്റ്റുഡിയോ നമുക്കറിയാം നാടാരൊക്കെ ഉള്ളു. ഇവിടെ ഫുൾ കണ്ണാടിയും വാച്ചു കേട്ടോ. മാക്സൊക്കെ പണ്ട് നമ്മടുത്തുണ്ട്. ഇത് സ്ക്രീൻ ഉണ്ടോ അവിടെ? വലിയ സ്ക്രീൻ. പല പല ഷോറൂം. കുറേ കടകളുണ്ടല്ലോ ഇതിനകത്ത്. ആരെങ്കിലും അതൊക്കെ വരുവോടാ? ആരെങ്കിലും ഇതിനകത്ത് വരുമോ? ഒരാളോ? ഫണ്ടൂറ വേണ്ട വേണ്ട വേണ്ട. ഫണ്ടൂറ നോക്കുവാണ്. ലുലു മറ്റേ കൊച്ചിയേക്കാളും കുറച്ച് വലുതല്ലേടാ. കൊച്ചിയുള്ള ഇതിനകത്തുമല്ലോ കയറാം. ഇത് ഇങ്ങനെ JCB കൊണ്ട് ബോൾ ഒരുക്കി ഇടുന്നു. അങ്ങനത്തെ ഒക്കെ പറയടാ. മിനിമലിസ്റ്റിക് സാധനം. അതിൽ കയറാം. ട്രിപ്പ്. എനിക്ക് ലുലു മൊത്തം കറങ്ങുമോ? അത് ഇല്ലല്ലോ അല്ലേ? ലുലു മൊത്തം പോകുന്ന സാധനമുണ്ട്. പയ്യ എജ്ജായി മാസ്. ആ പൈസ വേണം വേണ്ട. ഓക്കെ എട് ഒരു പാവ എനിക്ക്. ഇവിടെ മറ്റേ നല്ല സാധനം. ഇവിടെ ഒരു ഇതാടാ റോളർ കോസ്റ്റർ കയറാൻ ഒരു മൈൻഡ്. അപ്പൊ തന്നെ കാർഡ് എടുത്തു. റോളർ കോസ്റ്റർ കയറാൻ പോകുന്നു. ഞാൻ അമ്പടിൻ്റെ കൂടെ. റോളർ കോസ്റ്റർ ഒറ്റ മൈൻഡാണ്. അയ്യോ ഗൈസ്, ഇതിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നോട്ടെ. റോളർ കോസ്റ്റർ. ഓക്കെ, എടുക്കുന്നുണ്ട് ഗൈസ്. ഇതിനകത്ത് ഫോൺ അല്ലോടല്ലേ? ഓക്കെ ഗൈസ്, റോളർ കോസ്റ്റർ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡാൽഫി നോക്ക് ഗൈസ്. ദേ നമ്മൾ കേറിയിരിക്കുന്നു. സീനൊന്നുമില്ല. എടാ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ സിംഗിളാ. എടാ ഞാൻ ഫ്രണ്ടിലെത്തിയാ. ഇത് കുറച്ച് സീനാട്ടോ. ഞാനാണ് കുറച്ച് റിസ്കിൽ ഇരിക്കുന്നേ. എന്നാലും കുഴപ്പമില്ല. എന്റെ അമ്മോ, അയ്യോ
എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയില്ല, എന്നാലും പേടിയില്ലാത്ത അമ്പാടി ഹൗസ് ഇത്രയുള്ളൂ അണ്ണ. ഒരു കറക്കൂടെ അണ്ണാ, അണ്ണ ഒരു ഇട്ടോടെ. ആ നമ്മളെ മച്ചാനായോണ്ട് നമുക്ക് ഒരു കറക്കൂടെ തരും. ഏത് അമ്പാടി നോക്ക ആയോണ്ടിരി. ഓ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല അല്ലേ? ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല, ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. ഇതങ്ങോട്ട് കഴിയുമ്പോ ഒരു കറക്കമുണ്ട്. ഹായ്, ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? വെറുത്തല്ലേ? ബല്ലൂരുമാണ്. ഇതേ സേഫ്റ്റി ഒക്കെ ഉണ്ട്. ഇതേ സേഫ്റ്റി ആണിത്. ഓട്ടോമാറ്റിക് ആണേ. ഓട്ടോമാറ്റിക്കാ. ഹാപ്പി ഇതുവഴി മോനെ ഇങ്ങോട്ട്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. നിന്റെ പറ അമ്മടു. സെറ്റല്ലേ? ഹാപ്പി. ആണോ? ഇതുവരെ കുഴപ്പമില്ല. ഇല്ല, പക്ഷെ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കും. ഇതുവഴി ആ ടിക്കറ്റ് ആദ്യം പൈസ കൊടുത്ത് മേടിക്കണം. എന്നിട്ട് ആ ടിക്കറ്റ് വെച്ച് കളിക്കണം. ഇനി എന്തുവാ ജാഗരീനെ മണ്ടക്കി ജാഗരീനെ അതൊന്നുമല്ല, ഇതൊന്നുമല്ല ജാഗരീന. തോണ്ടാ തേർഡ് ഫ്ലോർ ജാഗരീന. എടാ എന്തോ ഗെയിമാ അത്. 5 പേർക്ക് കളിക്കാൻ പറ്റുന്നയാ. 300 രൂപ അല്ല, പെർ പേഴ്സൺ അല്ല, ഒരു ടീമിന് 300 രൂപ. അത് വെറുത്തല്ലേ? അതെന്തോ ചേച്ചി പറഞ്ഞ നല്ലതാണെന്ന് പറഞ്ഞു. ആ ചേച്ചി, അവിടുത്തെ ബില്ലും ചേച്ചി. അതല്ലേ ഇത് നല്ലതാന്ന് പറഞ്ഞില്ലേ ചേച്ചി? ഇതാ ടാഗരീന. എടാ ബിലോ 8 വയസ്സ് താഴെയുള്ളവർക്ക് അല്ലോടല്ല. ഇതെന്ന് പറഞ്ഞാലേ പെർ പേഴ്സൺ ആണ്. എന്താ 150. നമ്മൾ 5 പേരുണ്ട്. ഇത്രയും പേരില്ലേ? നമുക്ക് ടീമായിട്ട് കളിക്കുന്ന എന്തെങ്കിലും വേണം, അല്ലെ ഇതുവരെ ടീമായിട്ട് കയറുന്ന എന്തെങ്കിലും വേണം. 4 പേർക്ക് വിആറോ? എത്ര രൂപ വിആറിന്? ഇത് എങ്ങനെ കാണാൻ പറ്റും? 80 രൂപ. ഇതെന്തുവാ? ടീമാണോ? 3D അനിമേഷൻ. 2D വേണ്ട. ഇത് കാണാ, ഇതാടാ ഞാൻ പറഞ്ഞ ലുലു മൊത്തം കറങ്ങിട്ട് വരും. 125 രൂപ. ലുലു മൊത്തം കറക്കും. എടാ ലുലു മൊത്തം കറങ്ങിട്ട് വരും. ഇത് 125 രൂപ. ഇതെന്തുവാടാ? ഇതില് വെനം. ഇത് 2 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂടാ. പോസ്റ്റാ 2. ഇത് 4 പേർക്ക് കളിക്കാടാ. ഒരാൾ ഓടിയോടാ. എടാ ഇതിനേക്കാളും നല്ല 80ന്റെ അപ്പുറത്തുണ്ട് VR. അത് 80 ഉള്ളു അവിടെ. ഇതിനെത്ര? 2D. ഇത് മറ്റേ ഇതല്ലേ മറ്റേ പരിപാടി അകത്തിരുന്ന് കാണുന്ന. കൊല്ലത്ത് പോയത് മറ്റേ എന്തോ ഒരു സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോ അതല്ലേ? നമ്മൾ കൊല്ലത്ത് ഷൂട്ടിന് വേണ്ടി പോയല്ലോ. 360 ഡിഗ്രി. അതൊന്നും ഇവിടെ കാണത്തില്ല. ആ സീനായിരിക്കും അവിടെ. പക്ഷെ അത് നിന്നായിരിക്കും ഇതിരുന്ന് കാണണം. ഇതെന്തോടാ? ബോൾ വെച്ച് ഇടിച്ചിടണം പിള്ളേർ. ഇത് ഇടിച്ചിട്ട് അമ്പാടി അടിച്ചിടും. എന്റെ നമ്മുടെ നീളം ഇതാണ്ട. ഇതിന്റെ മണ്ടക്കുണ്ട് നമ്മുടെ നീളം. ഞങ്ങളുള്ളവരെ കേട്ടത്തില്ല. നീ തുമ്മ നോക്കുന്നതിനകത്ത് അങ്ങനുണ്ട് നീളം. പറ്റത്തില്ല നമുക്ക്. എന്റെ അമ്മ കുതിര കൊള്ളാം അല്ലേ? ഇതെന്താണ്? കുതിരയൊക്കെ ചെലവല്ലടാ. സ്പേസ്ഷിപ്പ് അതൊക്കെ. ഇതെന്തുവാ? നീ പറഞ്ഞ എത്ര നോക്ക്. ധ്യാനത്തുണ്ട് 80 രൂപ വേണം നമുക്ക്. നമുക്ക് എല്ലാവരും കൂടെ കയറി എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കിയിട്ട് ഒന്നുമില്ല വന്ന് കയറാം. ഏത് മൊത്തത്തിൽ കറങ്ങാനൊക്കെ വേണോ? തല ഇറങ്ങി ചാവത്തില്ല നമ്മള്. റിസ്ക് എടുക്കണോ? ലുലു മൊത്തം അത് കറങ്ങിയ പുറത്താടാ. അതങ്ങ് താഴെ ഒന്നും വീഴത്തിന്നില്ല. ലുലുവിന്റെ മൊത്തം ഫ്ലോർ 4 ഫ്ലോറും കറങ്ങിയിട്ട് വരും. ഹാപ്പി. പിന്നെന്തുവാ? ഇതുവെല്ലാം കളിക്കണോ?
കളിക്കാറില്ല. ഇത് കളിക്കാറില്ല. നമ്മൾ ഗെയിമിലൊക്കെ കളിക്കത്തുള്ളൂ ഇത്. അല്ല റിയൽ വേൾഡ് ഇത് നമുക്ക് പറയാം. നമുക്ക് വെർച്വൽ വേൾഡാ ഇതൊക്കെ. നമുക്ക് വെർച്വൽ വേൾഡ് ഇതൊക്കെ. എടാ ഇതിനകത്ത് നോക്കിയേ, കിഡ്സിന്റെ വല്ല നോക്കിയേ. എടാ കിഡ്സ് നോക്ക്. കാർ എടുത്ത് കളിക്കുന്നത് എത്ര രൂപ? എടാ കാർ അടിച്ച് കളിക്കുന്ന കളി അതുണ്ടോ? അതുണ്ടോ? ആ ഡാൻസിങ് കാറ് അവിടെ കണ്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഇതിന്റെ അടി ആ 5 പേർക്ക് 5 കാറ്. എടാ ഇത് സീനാടാ, വേണ്ട എനിക്ക് വയ്യ. നമുക്ക് ഇതിൽ കാറുണ്ടോ നോക്കിട്ട് വരാം. ഇടിക്കുന്നു ഓരോരുത്തർ കാർ ഡ്രൈവ് ചെയ്യാലോ. കാർ ഡ്രൈവ് ചെയ്തിട്ട് വരാം. 5 പേർക്ക് 5 കാറ്. നമ്മൾ തന്നെ പരസ്പരം ഇടിച്ച് മരിക്കുന്നു. ഏത് ആൽഫി മാത്രമുള്ളൊരു പോസ്റ്റ് കാർ ഓടിക്കുന്നതിന്. അവർ റിയൽ കാർ ഓടിച്ച് ശീലമുള്ളു. പയ്യന് ഗെയിമിലെ കാർ ഡ്രിഫ്റ്റ് ചെയ്യാനാണ് പയ്യൻ അറിയാവുന്നത്. കാർ പാർക്കിങ്ങിലായിട്ട് കാർ മോഡിഫൈ ചെയ്യുക, അതൊക്കെ പയ്യന്റെ പണി. എടാ ഇത് എത്ര റേറ്റ് നോക്കിയേ? ഹാപ്പി ഹോറോ ആണെങ്കിൽ 65 രൂപ. എങ്ങനെയാ 65 രൂപ? സിംഗിളിന് 65, പേരിന് 85. സിംഗിൾ എടുക്കാം. കാറിലോട്ട് കയറുകയാണ്. വിനായകാണ് ഫസ്റ്റ് കാറ്. എനിക്ക് സ്പെഷ്യൽ വണ്ടി, ഇത് നല്ല വണ്ടിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറി. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ട് വരാം. വീഡിയോ എടുക്കണേ ഗായ്സ്. ആക്സിഡന്റ്. എന്റെ മോനെ ഇതേ അമ്പളൂരെ പിടിക്കും ഞാൻ. പണ്ടിയെ ആരടിക്കാ സോളമെത്തിയാ ആക്സിഡന്റ്. അയ്യോ പിന്നെ ഇടിച്ച് അമ്പളെന്താ അമ്പടും എന്താ തിരിച്ചില്ലേ? ഹാപ്പിയല്ലേ? അമ്പാടി ഇന്നാ പിടിച്ചോ. അയ്യോ അടുത്തത്. അയ്യോ ഡ്രൈവിംഗ് ഞാൻ പോടാ. ഇതെന്താ എല്ലാവരും ബ്ലോക്കായി. അടുത്ത അമ്പിടൂ ഇന്നാ പിടിച്ചോ. ഹായ് കൊള്ളാല്ലേ? എഞ്ചാതി ഓര് പിടിച്ചോ. അയ്യോ നടുവളയി. ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു കേട്ടോ. അമ്പലോക്കി കഴിഞ്ഞ കേസ്
ഫൺ റൈഡ് ആയിരുന്നു. ഏതു ഒന്നൂടെ കയറിയാലോ? നടുപോയി വൈബ് സാധനം. കാറിന്റെ ഫ്രണ്ടിലിടിക്കുമ്പോ ബാക്കിൽ കയറും. എനിക്ക് അടുത്ത് ഇതിനകത്ത് കയറാനുള്ള പ്ലാൻ ഉണ്ട്. നോക്കട്ടെ, ബാലൻസ് ഒക്കെ ഇട്ട് വരാം. അടുത്ത പരിപാടി ദേ ഇത്. ഞങ്ങളിപ്പോ വരും. ഇവിടെ കൂടെ ഇതിനകത്ത് കയറും. അതിനകത്ത് വീഡിയോ അല്ലേ ഇവിടെ അല്ലേ? നമുക്കൊന്നും ഒരുമിച്ചിരിക്കാം. അവന്മാരെ വീട് ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാം നമുക്ക്. എന്താടാ തുറക്കാത്ത? എന്താ നിമലപ്പുറത്തിരിക്കോ? ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാ അപ്പുറത്തും ഇപ്പുറത്തോട്ടിരിക്കുന്നത്. ഓക്കെ, അന്നാ അവിടെ ഇരിക്കാം. ഇതിനകത്ത് വീഡിയോ അലോഡ് അല്ല. ഓക്കെ, ഇതെന്താ പോകത്തെ സോളം എത്തിയടാ. ഇതിനകത്ത് വീഡിയോ അലോഡ് അല്ല. സോ ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇത് താഴത്തിലും സ്വന്തമായിട്ട് താഴുവോ? എടാ അവന്മാരോ അപ്പൊ അവന്മാര് വേറെയാ. ഇത് നമ്മള് പോയി ആദ്യത്തെ സാധനം കൊള്ളാൻ ബസ് ഫണ്ടൂറ. ഇപ്പഴെങ്ങാനും താരുവോ? ഇതാണ്ട് അതേ അവന്മാരവിടെ ഉണ്ട്. അപ്പം ഒരു ഹായ്. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് വീഡിയോ ഔട്ട് കിട്ടിയായിരുന്നെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ട് നമ്മുടെ കുണപ്പല്ല അതിനകത്ത് കണ്ടേനെ. നമ്മൾ ഫോൺ കൊടുക്കണം, അവർ ഫോണും കൊണ്ട് അങ്ങ് ഓടണം. അവിടെ വെച്ചാലോ? സെൽഫി സ്റ്റിക്ക് അവിടെ വെച്ചാൽ മതി. ഞാൻ വീഡിയോ എടുക്കും ഗൈസ്. എനിക്ക് എന്ത് റിസ്ക് എടുത്താലും എനിക്ക് ഔട്ട് കിട്ടണം. ഞാൻ വീഡിയോ എടുക്കും. എന്റെ പൊന്നോ, കുഴപ്പമില്ല. ആ ചേച്ചിയുടെ ഔട്ട് കിട്ടും. ഇവിടെ തലറന്നടാ. നോക്ക്, ഇങ്ങോട്ട് ക്യാമറ ഇവിടെ ഉണ്ട്. നിർത്താൻ തലറന്നടാ. ഇങ്ങനെയാണ് ഫണ്ടൂറെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇത്രേ ഉള്ളൂ, പറ്റിച്ചാ. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാം. ഇത് നമുക്ക് എടുക്കാം. വലിയ സീനല്ല, ഈ പറയുന്ന സീനൊന്നും ഇല്ല. 15 minutes later. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ അതിനകത്തിരുന്ന് പറയണേ ഛർദിക്കാൻ പറഞ്ഞതൊക്കെ. ഈ റൈഡിന്റെ ആണോ? എഫക്റ്റീവ് റൈഡിന്റെ ആണോ? എങ്ങനെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്താ? ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? കറങ്ങുവാ ട്രിപ്പ്. മച്ചാൻ എങ്ങനെയുണ്ട്? പെരുക്കുന്നു. ഇത് പോയെന്ന് തോന്നി ചോദിച്ചിട്ട് കാര്യമില്ല, പോയി. മച്ചാനെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഓ ഞാനമ്പാടി ജീവനുണ്ട്. ഞാൻ ദൈവത്തിന് പറഞ്ഞു നിർത്തണേന്ന്. ക്യാമറ എടുത്തേനാവോ അയാൾ? ക്യാമറ എടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ വണ്ടി പിന്നെ എടുത്തു. ഞാൻ ആദ്യത്തെ റൗണ്ട് മൊത്തം ഞാൻ വീഡിയോ എടുത്ത്. അപ്പൊ നിർത്തിച്ചിട്ട് പറഞ്ഞു ക്യാമറ വെക്കാൻ പറഞ്ഞു. അതാ ഇടയ്ക്ക് ആക്കി. എത്ര ബാലൻസ് ഉണ്ടോ നോക്ക്. ഇതിന്റെ ട്രിപ്പ് ആദ്യം മാറട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഗൈസ്, നമ്മുടെ കൂടെ ഈ സെയിം റൈഡ് കയറിയ കൊച്ചാത് വേണ്ടേ, ചില്ല് കൊച്ചിപ്പഴിച്ചില്ലാണ്ടേ ഗ്യാപ്പാടൊക്കെ ഉറങ്ങി താണ്ടേ. പയ്യൻ പോയി വന്നില്ല ഇതുവരെ. മോനെ എന്താ മോനെ എവിടാ ഇപ്പൊ? എവിടാ ട്രിപ്പ് കഴിഞ്ഞു. വെറുത്ത് ഇതല്ലേ, ഇതായിരുന്നല്ലേ വെറുത്തായ.
സത്യം ഇതല്ല ഇത്. അയ്യോ ഇത് കോട്ട ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അങ്ങോട്ട്. അതിന്റെ ഹാങ് ഓവർ ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. എനിക്ക് വയ്യ. അടുത്ത എന്തുകൊണ്ട് VR ബൈക്ക് ഓടിക്കാൻ പോവാ. ഓക്കെ ഗായ്സ് പയ്യൻ്റെ കാർ ഓടിക്കാൻ പോയി. ബൈക്ക് കൊള്ളാല്ലേ, ബൈക്കിൻ്റെ ആനിമേഷൻ സെക്യൂരിറ്റി എല്ലാം സീന ഗൈസ്. ഏതോ ട്രാക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആ ചത്ത് ഇതും കിടന്ന് കുലുങ്ങുന്നുണ്ട്. ആ ഇപ്പൊ ഫുള്ള് മരിക്കുക. പോടാ ഇത് കൊള്ളാം കേട്ടാ. ഫണ്ട് ടൂർ കഴിഞ്ഞു. നമ്മളിങ്ങനെ ലുലു മാൾ കൂടെ തേരാപ്പര നടക്കുക. ഓക്കെ ഇതുവഴിയൊക്കെ നമ്മൾ വന്നില്ല അല്ല, ഇതുവഴിയില്ല, നമ്മൾ മറ്റേ വഴി വന്നു. ഓക്കെ ഞാൻ പക്ഷെ പ്രതിമയായിരിക്കുന്നു കേട്ടോ ഇരിക്കുന്നത്. അതെ ലിഫ്റ്റ് ഉണ്ട്. ഓ സാംസങ്ങിന്റെ ഷോപ്പിൽ കയറി. ഇതേതാ ഇതാണ്ട S25 അൾട്ര. ഇത്ര ഉള്ളു അൾട്ര. വരുന്നില്ല അവിടെ വെച്ചേ. നിന്റെ എന്തേ നോക്കിയേ, വലിപ്പം നോക്കിയേ. സെയിം S24 S25. ക്യാമറ മൊഡ്യൂൾ വെച്ച് വ്യത്യാസമുണ്ട്. ഇതെന്താ പിന്നിവിടെ F ഫോൾഡ് Z ഫോൾഡ്. ക്യാമറ കാട്ടി നിന്റെ കൂടെ ഫോണിന് വെച്ചു നോക്കണം. നിന്റെ ഫോൺ വെച്ച് നോക്കണം പറയാം. ഒരു കാര്യം ഇനി എപ്പാട്ടക്കാരന് ഇതെന്തുവാ S25 എഡ്ജ് ഭയങ്കര സ്ലിം അല്ലേ? S25 സ്ലിം അല്ലേ? ഇത് സാംസങ്ങിൻ്റെ വാച്ച്, ഗാലക്സി വാച്ച് അൾട്ര. ചാർജ് ഫുൾ ചാർജ്. ഇത് S25 അൾട്ര. ഇവിടെ S25 അൾട്ര മാത്രമല്ല തോന്നുന്നു കൂടുതൽ. ഇതെന്താ ഒരു ഹെഡ്ഫോൺ ആരുടെ കൊണ്ടുപോയി. ഒരു ഹെഡ്ഫോൺ ആരുടെ ഇളക്കൊണ്ട് പോടാ. ഒന്നേ ഉള്ളൂ. മാക്ക് പോലെ സിനിമക്ക് ഒന്നുമില്ല. ആ ഫുൾ അതുപോലായി. ഗാലക്സി ബുക്ക് ഇതിന്റെ വെച്ചാടാ. മാക്കിന്റെ സൈസേ ഉള്ളു ഇതിന്. ഇത് കണ്ടോ, ഫുൾ തല തിരിച്ച് കുത്തി ഓടിച്ചു വെക്കാം. ഇപ്പത്തേണ്ടായി ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് ഉജ്ജാതി മൂട്. ഇത് ബഡ്സ് 3 എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. വെച്ചാൽ ഒരു മോണിറ്ററുണ്ട്. എന്തൊരു പാടാകും. ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൻ്റെ വിലയൊക്കെ ഉണ്ടോ? വേണ്ട വിട്ടേരെ. ഐഫോണിൻ്റെ ഉണ്ടോടാ? ഇത് ഗാലക്സി കഴിഞ്ഞു. ഇത് ഗോൾഡ്. ഇതെന്തൊക്കെ കട, കുറേ കടകളുണ്ടല്ലോ ഇവിടെ. കായ്സ് ലുലു കഴിഞ്ഞു. ലുലു എല്ലാം കണ്ടു, മടുത്തു. തിരിച്ച് കാറ് കണ്ടുപിടിക്കും. ഇപ്പം കാറിൻ്റെ കണ്ടുപിടിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ ഇതേ മറ്റേ വിജയുടെ കൊടിയടാ. അതെ വിജയുടെ പാർട്ടിയുടെ കൊടി. അതത് എടാ പുള്ളിയുടെ പാർട്ടിയുടെ കൊടിയത്. എന്തെങ്കിലും TSKയോ? അതല്ല, ഞാൻ വണ്ടിയുടെ പാർട്ടിയുടെ പേരെന്തുവാ? ഇളയ തമിഴ്മാരനല്ലോ.
മറന്നും പോയി. BM BM എടാ ഏടാ അത് അവിടെ അങ്ങോട്ട് ഏടാ അമ്പാടി ഡി എൻ്റെ അമ്മോ. ഞങ്ങളുടെ വണ്ടി ഈലാണ് ഇട ഈ വരെ എത്ര. ഓക്കെ ഈ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അല്ല കാർ കിട്ടി ഗൈസ്. പോവാണ് അടുത്ത സ്ഥലത്ത് നിന്നിട്ട് കാണാം. ഇനി എന്താ പരിപാടിയെന്ന് ഒന്നും അറിയത്തില്ല. ചെന്നിട്ട് പറയാം. അല്ല അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ പറയാം അടുത്ത പരിപാടി. ഓക്കെ കാർ കിടക്കാം. ജയിലായിരുന്നു. ഒന്ന് ഇമോഷൻസ് എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്തിനാ കരയുന്നതൊക്കെ? ഇത്ര നാള് കാണണ്ടേ? എന്തിനാ കരയുന്നത്? ചെല്ലി സത്യോടാ റിയാക്ഷൻ ഒന്നുമില്ല. ഇങ്ങനല്ലത്. ഒന്നുകൂടെ എടുക്ക്. ഇങ്ങനല്ലത്. ഓടി ഒന്ന് കരയണം, കെട്ടിപ്പിടിക്കണം. ഇതൊക്കെ വാവ എല്ലാം കറക്റ്റ് ആയിരുന്നു. ഓടി ഒന്ന് കരഞ്ഞ് പക്ക. I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now. I made mistakes, but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone.